CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് CMRLന് ഒരു നിർണായക ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും CMRLന് താൽക്കാലിക ആശ്വാസം ഇന്ന് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ നടപടികൾ കോടതി തടഞ്ഞിരിക്കുന്നു. CMRLന്റെ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ചയുണ്ടാകും. ആ ഉത്തരവ് പറയും വരെയാണ് തുടർ നടപടികൾ തടഞ്ഞിരിക്കുന്നത്. ഹർജിക്കാരുടെ കാര്യത്തിൽ മാത്രമാണ് ഇത് വീണ വിജയന് ബാധകമാവുകയുമില്ല. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നതെന്ന് വിശദമായി തന്നെ നോക്കാം. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL ഈ അപ്പീൽ കോടതിയിൽ നൽകിയിരുന്നത്. ജസ്റ്റിസുമാരായ A. രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത്. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലും CMRLന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയും ഹാജരായി. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം തന്നെ ഇന്ന് കേട്ടു. അപ്പോൾ ED അന്വേഷണം അധികാര പരിധി മറികടന്നുള്ളതാണ് എന്നതായിരുന്നു CMRL കോടതിയിൽ പ്രധാനമായും ഇന്ന് വാദിച്ചത്. തെളിവ് ശേഖരണത്തിനായി സമൻസ് അയക്കാൻ EDക്ക് കഴിയില്ല. ഷെഡ്യൂൾഡ് കുറ്റകൃത്യം അന്വേഷിക്കാൻ EDക്ക് നിയമാധികാരമില്ല. ഈ കാര്യങ്ങളൊക്കെ CMRL ചൂണ്ടിക്കാട്ടി. എന്താണ് കുറ്റകൃത്യം എന്നതിൽ പോലും വ്യക്തതയില്ല എന്ന് CMRL വാദിച്ചു. കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ച് 2 സത്യവാങ്മൂലങ്ങൾക്ക് മറുപടി സമർപ്പിക്കാൻ അവസരം നൽകിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക നീതിയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് CMRL ചൂണ്ടിക്കാട്ടി. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും CMRL വാദിച്ചു. അപ്പോൾ കൃത്യമായ വലിയ വിശദമായ വാദം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോഴാണ് CMRL അവരുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്നായിരുന്നു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കോടതി തിരിച്ച് ചോദിച്ചത്. നിരപരാധിത്വം വ്യക്തമാക്കാൻ CMRLന് രേഖകൾ നൽകാം. കുറ്റകൃത്യമില്ലെങ്കിൽ ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ലിസ്റ്റഡ് കമ്പനിയല്ലേ, എക്സാലോജിക്കുമായുള്ള രേഖകളല്ലേ ED ചോദിച്ചത്? ഇതും CMRLനോട് കോടതി ചോദിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CMRLന്റെ വാദങ്ങൾ തള്ളുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. EDയുടെ വാദങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ചാൽ മറ്റ് ഏജൻസികൾ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന കാര്യം തങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നതാണ് EDക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഇന്ന് വാദിച്ചത്. കള്ളപ്പണക്കേസ് അന്വേഷിക്കുന്നത് SFIO അന്വേഷണം തുടങ്ങിയ കേസിലാണ്. 2024 ജനുവരിയിൽ തന്നെ SFIO അന്വേഷണം തുടങ്ങിയിരുന്നു. തങ്ങൾ മാർച്ചിൽ മാത്രമാണ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. തെളിവ് ശേഖരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ED ചൂണ്ടിക്കാട്ടി. ആ നടപടിക്രമങ്ങൾ നടത്താൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നതും ED വാദിച്ചു. അപ്പോൾ വിശദമായ വാദം കോടതിയിൽ നടന്നു. ആ വാദത്തിനൊടുവിൽ CMRLന്റെ ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച പറയാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ കരിമണൽ കമ്പനിക്കെതിരെ തുടർ നടപടികൾ പാടില്ല എന്ന ഒരു നിർദ്ദേശം കൂടി കോടതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തുടർ നടപടി പാടില്ലെന്ന് ഹർജിക്കാർക്കെതിരെ മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹർജിക്കാർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് വീണ വിജയൻ അടക്കം അപ്പീലിൽ കക്ഷിയല്ലാത്തവർക്ക് എതിരെ നടപടി തുടരാനുള്ളൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ EDക്ക് നിലവിൽ വീണ വിജയനെതിരെ അന്വേഷണവുമായി അപ്പോൾ മുന്നോട്ട് പോകാം എന്നതാണ് സാഹചര്യം. എന്തായാലും CMRLന്റെ കാര്യത്തിൽ വെള്ളിയാഴ്ച കോടതി തീർപ്പ് പറയും. അപ്പോഴായിരിക്കും എന്താണ് കോടതി അതിലുള്ള ഇടപെടൽ എന്നത് നമുക്ക് വ്യക്തമാവുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.